ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചെറിയ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമാണല്ലോ, ജൂൺ 2. അപ്പം ഇന്ന് എഴുന്നേൽക്കുന്ന തൊട്ട് സ്കൂളിൽ പോകുന്ന വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ആഡാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, കൂടുതൽ പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. ഗൈസ്, ഞങ്ങളുടെ മാവ് എഴുന്നേറ്റ് വന്നിരിക്കുന്നു ഗൈസ്. അതിൻ്റെ പുറകെ അതാ എൻ്റെ പട്ടിക്കുട്ടിയും പോകുന്നു. ഗൈസ്, ഞാനങ്ങനെ അകത്തെത്തിയിരിക്കുന്നു. എഴുന്നേറ്റ ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചേക്കാം. അമ്മ എഴുന്നേറ്റ് വന്നാൽ ഒരു കപ്പ് വെള്ളമെങ്കിലും കുടിക്കും. പക്ഷെ ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം ഇത് തന്നെ കുടിക്കണമെങ്കിൽ 1 മണിക്കൂർ എടുക്കണം. പിന്നെ ഒരു കപ്പും കൂടെ കൊടുക്കണം, പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തീർക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കൂടുതലും പഠിക്കുമ്പോഴാണല്ലോ വെള്ളം ആവശ്യം, അതുകൊണ്ട് ഇവിടെ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും പുറത്തിറങ്ങി നമുക്ക് പല്ല് തേച്ചിട്ട് വരാം. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ഇനി നമുക്ക് സ്കൂളിൽ പോകേണ്ട കുമ്പള ഇതൊക്കെ ബുക്ക് വർക്കൊക്കെ ബുക്ക് കൊണ്ടുവരുന്നില്ല. ഒറ്റ ബുക്കും പേനയും കൊണ്ടുവരാൻ മതി, അത് മാത്രം മതി. വേറെ നിങ്ങൾ ടൈം ടേബിൾ എഴുതാനും ഒക്കെ ആയിട്ട് ഇവിടെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ട് കേൾക്കും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ഇങ്ങനത്തെ ആയതുകൊണ്ട് പല സൗണ്ട് കേൾക്കും, ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ഒരു ബുക്ക്, ഒരു പേന, ഇത് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഇത് മാത്രമല്ല, പാത്രം, വെള്ളം, കൊട അതൊക്കെ കൊണ്ടുപോകണമല്ലോ. ബുക്കായിട്ട് ഇതേയുള്ളൂ. അങ്ങനെ ബാഗൊക്കെ നമ്മൾ തുടച്ചെടുത്തു. ഇത് നേരത്തെ എടുത്ത് വെച്ചതാണ്, പിന്നെ അത് അലമാരക്കകത്ത് എടുത്ത് വെച്ച് പൂപ്പലായിട്ട് അതൊന്നും കൂടെ തുടച്ചെടുത്തു. അങ്ങനെ ബുക്കും എല്ലാം എടുത്ത് വെച്ചു. ഇനി രാവിലെ പോയി കുളിക്കണമല്ലോ, ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകല്ലേ, അപ്പോൾ കുളിക്കണമല്ലോ. അപ്പം അമ്മ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ തണുപ്പത്തൊന്നും പച്ചവെള്ളത്തിൽ കുളിക്കില്ല, ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പം നമുക്ക് മുടിയിൽ കുറച്ച് പണിയൊക്കെ കാണിച്ചാട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകുക. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐറ്റം. ഇത് തലയിൽ തേക്കുന്ന സാധനം. ഞങ്ങളിവിടെ ഇവിടെ RCM എന്തോ കട അങ്ങനെ എന്തോ ഉണ്ട്, അവിടുന്ന് കിട്ടിയതാണ്. അമ്മേൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിക്കൊടുത്താണ്. അതിപ്പം ഞാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം തന്നെ ചൂടാക്കിയിട്ട് ചൂടാറുമ്പോൾ തലയിൽ തേക്കണം. എന്നിട്ട് ഷാമ്പു ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഷാമ്പു കിട്ടും. ആ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയണം. പക്ഷെ ആ ഷാമ്പു ആദ്യം തീർക്കും. അപ്പം നമുക്ക് സോപ്പിട്ട് കഴുകിക്കളഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സോപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ സാധനം എടുത്താൽ തവിയിൽ ഒഴിച്ചിട്ടാട്ടോ ചൂടാക്കാൻ. എനിക്കായതുകൊണ്ട് ഞാനത് തൊല്ലി ഇനി ഈ സാധനം ഒരു ബൗളിലേക്ക് മാറ്റണം. ഇനി ഇത് ചൂടാറിയിട്ടേ തലയിൽ തേക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തല പൊള്ളി പോകും. അങ്ങനെ സാധനം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുടി അഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു തലയിൽ തേച്ച് കൊടുക്കാം. ഇതിങ്ങനെ തലയിൽ തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. എനിക്കിങ്ങനെ തലയിൽ മസാജ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും ഇങ്ങനെയൊക്കെ. അങ്ങനെ മുടിയിൽ എണ്ണയൊക്കെ തേച്ചു. ഞാനൊരു കാര്യം പറയാൻ വിട്ടു, ഇത് തേക്കേണ്ടത് മുടിയിലല്ല കേട്ടോ, സ്കാൽപ്പിലാണ്.
അപ്പോൾ ഗൈസ് ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടെ ആയാലോ? എങ്ങനെ ഉണ്ടാവും? അപ്പം നമുക്കൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടെ ആവാം. ഞാൻ ഫസ്റ്റ് ഇടുന്നത് എന്തോ ഒരു ക്രീമാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ RCMൻ്റെ ആണ് കേട്ടോ. ഞാൻ അടുത്തതായി ഇടാൻ പോകുന്ന സൺസ്ക്രീൻ ആട്ടോ. ഇതും അവിടുന്ന് വാങ്ങിയതാണ്. വേറെ എന്തൊക്കെയോ ക്രീം അമ്മ വാങ്ങിയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കി വാങ്ങിയൊരു സാധനമാണ്. ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ സൺസ്ക്രീൻ എല്ലാം ഇട്ടാണ് നമുക്ക് പൗഡർ ഇടാൻ. ഇങ്ങനെയുള്ള പരിപാടി ചെറുതായിട്ട് ഐഷാഡൊന്ന് ഇട്ടേക്കാം. എനിക്ക് ഫോണിൽ നോക്കി ഐഷാഡോ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് കേട്ടോ കണ്ണാടി എടുത്ത്. ഇനി നമുക്ക് ഐലൈനർ വെച്ച് കണ്ണെഴുതാം. നമുക്ക് ഇപ്പുറത്തും കണ്ണും കൂടെ എഴുതാം. ഏകദേശം അകത്തുനിന്ന് പല സൗണ്ടുകളും കേൾക്കാതെ നിങ്ങൾ ഇതാക്കണ്ട. അകത്ത് അമ്മമ്മയും കൂടെ സംസാരിക്കുന്നുണ്ടാണ്. ഞാൻ അകത്തിരിക്കുന്നതുകൊണ്ട് കേൾക്കുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ എന്നെയും കൂടെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഗൈസ് ഇവിടെ പട്ടി സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് പൊട്ടും കൂടെ തൊട്ട് നോക്കി ശരിയാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കെന്തോ ചേരുന്നില്ലാത്ത പോലെ ഒരു തോന്നൽ. നമുക്ക് മുടിയും കൂടെ കെട്ടിയിട്ട് ചേരുന്നുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ മാറ്റിക്കളയാം. ഗൈസ് എനിക്ക് ഈ പൊട്ട് സെറ്റാവും. ഞാൻ ഈ പൊട്ട് മാറ്റും. നമുക്കൊരു കുറി തൊടാം. ഗൈസ് ഇത് മതി. പൊട്ടൊന്നും എനിക്ക് ചേരില്ല. ഞാൻ അങ്ങനെ പൊട്ടൊന്നും വെക്കാറില്ല. ഐലൈനർ വെച്ചല്ല കേട്ടോ തൊട്ടെ, കുങ്കുമം വെച്ചാണ്. അത് ഈ ഐലൈനറിൻ്റെ ആ കുന്തം കൊണ്ടാന്ന് അതങ്ങനെ. ഏകദേശം അപ്പം നമ്മൾ മൊത്തത്തിൽ റെഡി കഴിഞ്ഞിരിക്കുന്നു. ഇനി മുടി കെട്ടുന്നത് ലാസ്റ്റ് ഇടം. കുളിച്ചുകൊണ്ട് നനഞ്ഞിരിക്കുകയല്ലേ, അപ്പം ലാസ്റ്റ് കെട്ടാം. ഗൈസ് ഞാൻ റെഡിയായത് കുറച്ച് നേരത്തെ ആണോ എന്ന് ഡൗട്ടുണ്ട്. 7:15 ആവുന്നതേ ഉള്ളൂ. 7:11 ആയിട്ടുള്ളൂ. അപ്പം നമുക്കിനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് നേരം പോയിട്ട് TV കാണാം. അതേ നടക്കുകയുള്ളൂ. എനിക്ക് ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ യൂണിഫോം ഇടണമെങ്കിൽ യൂണിഫോം തേച്ച് തരണം. ഞാനിങ്ങനെ അയൺ ചെയ്യുന്നതായിരുന്നു. ഇപ്പം മടിയാണ്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യാമല്ലോ. അപ്പം അമ്മയുടെ കയ്യിൽ അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ അയൺ ചെയ്ത് കിട്ടുന്നവരെ നമുക്കിരുന്ന് TV കാണാം.